ട്രാഫിക്കുള്ള സമയമായിരിക്കും തോന്നുന്നു. എൻ്റെ അതിനേക്കാളും പുതിയ S1000 നല്ല രീതിയിൽ പൊട്ടുന്നത്. ഈ ബസ്സുകാരൊരിക്കലും നേരെ പോകത്തില്ല. ഞാൻ ഇൻസ്റ്റഗ്രാം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വണ്ടിയുടെ മൈലേജ് എത്രയാണെന്ന്. സോ മൈലേജ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ ടാങ്ക് കപ്പാസിറ്റി 16.5 ആണ്. ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ റേഞ്ച് കാണിക്കുന്നത് 130-140 ആണ്. സോ ലെസ് ദാൻ 10 ആണ് ഇതിൻ്റെ മൈലേജ് വരുന്നത്. ബട്ട് ആ കാണിക്കുന്ന പോലും കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. മഴക്കാറ് വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് സമയം കുറേയായി. നമ്മൾ വന്ന ടൈം തൊട്ടേ സെയിം വെതറാണ്. ആക്ച്വലി ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ഇല്ലാണ്ട് ഭയങ്കര സ്പീഡ് പോകുന്നല്ല തോന്നുന്നത്. ബട്ട് ഒരു 60-70 ഒക്കെ പോകുന്നുള്ളൂ. നോർമലി പതുക്കെ ക്രൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ 3rd ഗിയറിലൊക്കെ ഇട്ട് പതുക്കെ പോവാം. ബട്ട് കാലി റോഡ് കിട്ടുമ്പോൾ നമ്മൾ പൊളിക്കുമ്പോൾ കറക്റ്റ് ഗിയറിൽ ഓടിക്കാറുള്ളൂ. ഈ പമ്പ് കയറി പെട്രോൾ അടിക്കുക. ഇവിടെ XP95 ഇല്ല. തൽക്കാലത്തേക്ക് നോർമൽ പെട്രോൾ അടിക്കാം. ഫുള്ള് കാർമേഘം. എന്തായാലും വൈകുന്നേരം മഴ പെയ്യും. നോർമൽ പെട്രോളിന് ഇവിടുത്തെ റേറ്റ് ഇപ്പോൾ 99.88. XP95 ആണെങ്കിൽ 106 point something ആണ്.
കറക്റ്റ് 10 ലിറ്റർ. ഇവിടെ ആൾക്കാർ റെഡ് സിഗ്നൽ ആണെങ്കിലും കാലി കാണുമ്പോൾ എടുത്തിട്ട് പോകും. ഇവിടെ അങ്ങനെയാണ്. മെജോറിറ്റി ആൾക്കാർ അങ്ങനെ സിഗ്നലൊന്നും ഫോളോ ചെയ്യാറില്ല. അങ്ങനെയാണ് ഈ ആക്സിഡൻറ്റ്സ് ഉണ്ടാവുന്നത്. കണ്ടോ, ഇപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചപ്പോൾ, ഫുൾ ടാങ്ക് അല്ല, 1000 രൂപയ്ക്ക് 10 ലിറ്ററും കൂടി അടിച്ചു. അപ്പോൾ റേഞ്ച് കാണിക്കുന്നത് 126 കിലോമീറ്ററാണ്. അതല്ല, നമ്മളിങ്ങനെ സിഗ്നൽ വെക്കുമ്പോൾ വണ്ടി ഓഫാക്കി വെക്കുക ആയിരിക്കും, ഒരു പ്രശ്നമില്ല. ചില ആൾക്കാർ ഈ ഷോ കാണിക്കാൻ വേണ്ടി ഇതേപോലെ സിഗ്നലിൽ വന്ന് നിന്ന് ചുമ്മാ റെവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു പബ്ലിക് നോയ്സൻസ് ഉണ്ടാക്കരുത് ഒരിക്കലും. ഇവിടെ കണ്ടു, ഇതേപോലെ സിഗ്നൽ നമ്മൾ ഗ്രീനായി, ബട്ട് ആ സൈഡിലെ വണ്ടി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ട്യൂണിട്ട സമയത്ത് ഫാൻ സ്റ്റാർട്ടാകുന്ന സ്പീഡൊക്കെ മാറിയിട്ടുണ്ട്. സോറി, സ്പീഡല്ല, ടെമ്പറേച്ചർ. അപ്പോൾ കുറച്ചും കൂടി നേരത്തെ ഫാൻ ആവണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ടെമ്പറേച്ചർ അധികം കയറാറില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 104 ഒക്കെയാണ്. 6 മണിക്കാണെങ്കിൽ പീക്ക് ട്രാഫിക്കിൽ 108, 110 ഒക്കെ കയറും. Insta360 എനിക്ക് തോന്നുന്നു ഗോപ്രോനേക്കാളും നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. അതുകൊണ്ട് കുറേ ടൈം വ്ളോഗ് ചെയ്യാം. ബട്ട് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ബാക്കിലോട്ടും ലെൻസ് ഇരിക്കുന്നതുകൊണ്ട് വൈസർ അടക്കുമ്പോൾ അതിൽ തട്ടുന്നുണ്ട്. അപ്പോൾ Insta360 കുറച്ച് ഫ്രണ്ടിലോട്ടാക്കിയിട്ട് വൈസർ അടച്ചിട്ട് പോയിട്ട് ലെവൽ ചെയ്യണം. ആ ഒരു ഇഷ്യൂ ഉണ്ട്. നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് കൊടുക്കാൻ പറ്റുമോ നോക്കാം മൗണ്ടിൽ. അങ്ങനെയാണെങ്കിൽ ഇഷ്യൂ കാണത്തില്ല. ഇവിടുത്തെ സിഗ്നലാണെങ്കിൽ ഭയങ്കര ലോങ്ങുമാണ്, കുറേ സമയം ഇങ്ങനെ നിൽക്കണം. ഇപ്പോൾ R1 ഡുക്കാട്ടിക്ക് ആണെങ്കിൽ നല്ല രീതിയിൽ ഹീറ്റ് അടിക്കും. ഇതിന് ഹീറ്റ് ഉണ്ട്, ബട്ട് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഈ സൂപ്പർ സ്പോർട്ട് വണ്ടികൾക്ക് ഇങ്ങനെ സ്ലോ മൂവിങ് ട്രാഫിക്കിൽ ക്ലച്ച് പിടിച്ച് പോകുന്ന അത്ര നല്ല കാര്യമല്ല. പിന്നെ വല്ലപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല. ബസ്സിൻ്റെ ബ്ലൈൻഡ് സ്പോട്ടാണ്. അതാണ് കുറച്ച് സൗണ്ട് ഉണ്ടാക്കിയാൽ പുള്ളി അറിയും നമ്മളവിടെ ഉണ്ട്.
വണ്ടി ഇതേപോലെ ബ്രേക്ക് ഡൗൺ ആവും, പെട്രോൾ തീരുമോ, പഞ്ചറാവുക ചെയ്താൽ ബ്ലോക്കാവും. വല്ല സ്കൂട്ടിയിലോ R15 പോകുന്നെങ്കിൽ ഇതേപോലെ 70-80 സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. കറക്റ്റ് ടേൺ എടുക്കുമ്പോൾ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് പോകണം. ബട്ട് ഇപ്പം നമ്മൾ സൂപ്പർ ബൈക്കിൽ പോകുമ്പോൾ അത്രയും സ്പീഡിലാണ് ടേണിങ്സ് ഒക്കെ എടുത്ത് പോകുന്നത്. ഇപ്പോൾ കാറുകാർക്കൊന്നും കാണത്തും കൂടില്ല നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ. അതിനു മുമ്പേ നമ്മളെടുത്ത് പോയി കാണും. ബട്ട് പതുക്കെ പോകുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് പോകും. ആൾക്കാർക്ക് കഴിഞ്ഞ വീഡിയോയിൽ ക്വിക്ക് ഷിഫ്റ്റിനൊക്കെ സൗണ്ട് കേൾക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചുമ്മാ ഗിയർ മാറ്റുന്നത്. ഇതിപ്പോൾ ഓട്ടോ ഫ്ലിപ്പർ ഉണ്ടോ, ക്ലച്ച് യൂസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഗിയർ അപ്പും ഡൗണും ചെയ്യാം. കൈ കൊടുക്കുമ്പോഴും സ്പീഡോമീറ്റർ നോക്കിയാൽ അറിയാം ഒരു 150 പോലും കയറുന്നില്ല. ബട്ട് സൗണ്ട് കാരണം ഭയങ്കര സ്പീഡ് വന്നിരിക്കുന്നുണ്ടോ. വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സി യാ. ബൈ ബൈ.